നമസ്കാരം. സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണ് ഇന്നത്തെ വാർത്താ അറിയിപ്പുമായി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ 1600 രൂപ വീതമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഓരോ മാസവും. ഇത് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതാത് മാസം കൃത്യമായി വിതരണം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായൊരു പെൻഷൻ തുക വിതരണം, അതായത് അതാത് മാസം 1600 രൂപ വിതരണം ചെയ്യുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണമായി സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കാര്യം, കേന്ദ്ര സർക്കാർ നൽകുവാനുള്ള GST വീതവും മറ്റു തുകയൊന്നും കൃത്യമായി വിതരണം ചെയ്യാത്തതാണ് അതിന് കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ 5 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാസം 1600 രൂപ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സൂചിപ്പിച്ചതാണ്. അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിച്ചു എന്നുള്ള മെസ്സേജുകളൊക്കെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് പെൻഷൻ തുക എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് 1600 രൂപ ക്ഷേമ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുവാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രവിഹിത പെൻഷൻ തുകയ്ക്ക് അർഹതയുള്ള ആളുകളിലേക്ക് ഈ ഒരു കേന്ദ്രവിഹിത പെൻഷൻ തുക എത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുക പെൻഷൻ തുകയിൽ കുറവുണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയ പെൻഷൻ തുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിക്ഷേപിച്ച പെൻഷൻ തുകയാണ്. കേന്ദ്ര സർക്കാർ എപ്പോഴാണ് കേന്ദ്രവിഹിതം പെൻഷൻ തുക വിതരണം ചെയ്യുക എന്നുള്ള തീയതിയും മറ്റ് വാർത്താ അറിയിപ്പുകളൊക്കെ ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം.